ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പാർട്ട് 3 എയർകാർഡ് കാഴ്ചകളാണ്. എപ്പിസോഡിൻ്റെ ഒരു മെഗാ പരമ്പരയുണ്ടെന്ന് വിചാരിക്കരുത്. ഒരുപാട് കാലത്തിൻ്റെ ഇടയിൽ വല്ലപ്പോഴും എടുക്കുന്ന വീഡിയോസാണ്. അതുകൊണ്ട് ഒരുമിച്ചിട്ട് വെറുപ്പിക്കുന്നതിനേക്കാളും നല്ലത് പാർട്ടായി ഇടാമെന്ന് വിചാരിച്ചു. എയർകാർഡിൽ ഞാൻ ആദ്യം കയറി ചെല്ലുന്നത് പീക്കു പാർക്ക്. പീക്കു പാർക്കിൽ ഞാൻ എന്താ ഉള്ളത് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കാണിച്ചു തരുന്നത്. കാരണം പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്, പിന്നെ വായിൽ കൊള്ളാത്ത കുറേ പേരുകളും. അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലായിടത്തെ പോലെയും ടിക്കറ്റ് എടുത്തിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ പോയപ്പം അത്യാവശ്യം ലൈനെല്ലാം ഉണ്ട്. പക്ഷേ ലൈൻ അധികം നേരം നിൽക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മൂവ് ആവുന്നുമുണ്ട്. ഇതാ ഈ കാണുന്നതാണ് തിരക്ക്. ഇത് പെട്ടെന്ന് തന്നെ മൂവ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ടൈം എത്തി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. ഇവിടെ എൻട്രി ഫീ വന്നുകൊണ്ട് 300ഉം കിഡ്സിൻ്റെ 200ഉം. പിന്നെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. പിന്നെ എപ്പോഴും ഞങ്ങൾ തലതിന്നിട്ടേ നടക്കാറുള്ളൂ. അതുകൊണ്ട് എൻട്രി മാറി ഞങ്ങൾ എക്സിറ്റിലൂടെയാണ് എൻട്രി ആയത്. അപ്പോൾ ആദ്യം കയറി ചെന്നതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ഡോഗ്സ് ആണ്. വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം. അത് കടിക്കുകയൊന്നുമില്ല. വുമൻ ഫ്രണ്ട്ലി ആണ്. ആദ്യം കയറി ചെന്നത് തന്നെ ഞങ്ങൾ വിചാരിച്ചു 2 ഡോഗ്സും കൂടി അടികൂടുകയാണെന്ന്. പിന്നെ നല്ലോണം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ 3 ഡോഗ്സ് ഉണ്ട്. അത്രയ്ക്ക് നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ ഫുൾ ചുറ്റിക്കാണിക്കാൻ ഒരു ലണ്ടൻ ബസ്സും ഉണ്ട്. ഈ ബസ് കണ്ടാൽ തന്നെ കുട്ടികളെല്ലാം അട്രാക്റ്റീവ് ആവും. ഈ കാണുന്നതിൻ്റെയൊക്കെ പേര് അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായ പോലെ പറയാം കേട്ടോ. ഒട്ടകപ്പക്ഷിൻ്റെ ഒരു ചെറിയ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ കാണുന്നത് ഒരു കോഴികളുടെ വെറൈറ്റീസ് ആണ്. നമുക്കതെല്ലാം ചിക്കൻ അത്രയേ ഉള്ളൂ. എന്നാലും കുറേ ടൈപ്സ് കോഴികൾ ഉണ്ടായിരുന്നു. പല വെറൈറ്റിയിലുണ്ടായിരുന്നു. എല്ലാത്തിലും ബോർഡെല്ലാം വെച്ച് ഫുൾ ബയോഡേറ്റ തന്നെ അതിൽ ഉണ്ടായിരുന്നു. ഇതാ നെക്സ്റ്റ് വെറൈറ്റി ഓഫ് കോഴി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫിഷ് ഫീഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് എമൗണ്ട് പേ ചെയ്യണം. പിന്നെ അവിടെയും തിരക്കായിരുന്നു. പിന്നെ ഒറിജിനൽ കുരങ്ങിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് 2 കുരങ്ങുകളുടെ കൂടെ കുരങ്ങന്മാർ 2 കുട്ടികളും ഇരുന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ഇച്ചൂസിൻ്റെ അച്ഛൻ എന്നും ഒരു വീക്ക്നെസ് ആണ് JCB. അതുകൊണ്ട് ഇച്ചൂസിൻ്റെ പേരും പറഞ്ഞ് അവളുടെ അച്ഛനാണ് JCBയിൽ കളിക്കാൻ പോയത്. ഇതിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇതിൽ കളിക്കാൻ 4 മിനിറ്റ്സ് ആണ് ടൈം. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് കോരി എടുത്ത് ആ ടയറിൻ്റെ ഉള്ളിൽ ഇടണം. അതാണ് ടാർഗറ്റ്. തൊപ്പിയിട്ട് ഇച്ചൂസിനെ അതിൽ കയറി ഇരുത്തിയിട്ടുണ്ടെങ്കിലും ഫുൾ ഓപ്പറേറ്റർ അവളുടെ അച്ഛനായിരുന്നു. അതിലിടാനുള്ള ഒരു ശ്രമമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് വൃത്തിയായി തന്നെ ടയറിൻ്റെ പുറത്ത് തന്നെ ഇട്ടു. ശരി, 1 പോയാൽ 2 എന്ന് വിചാരിച്ച് പിന്നെയും മണ്ണെടുത്തു. ഇച്ചു എന്തേലും എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടായിരുന്നു. കാരണം എല്ലാം ചെയ്യുന്നത് അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇച്ചുവിനോട് ലിവറിൽ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിടിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കണ്ടിട്ട് ഇത്ര വലിയ ആളാണോ ഇത് കളിക്കുന്നത് എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇച്ചൂസിനോട് പിടിക്കാൻ പറഞ്ഞത്. പിന്നെ JCBൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഒരു 4 മിനിറ്റ്സ് പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ഒരു ബേർഡ്സിൻ്റെ പ്ലേസിലേക്കാണ്. അവിടെ പോയപ്പം എല്ലാവർക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. പക്ഷെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ആൾ വേണ്ട. ഞങ്ങൾ ഫോണൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളും സെറ്റായി നിന്നു. ആരും ഇപ്പം ഈ ഫോട്ടോ എടുത്ത് തരുന്നില്ല കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി മാനെ തന്നെ പിടിച്ചു ഞങ്ങൾ. എന്നിട്ട് ആ ഏട്ടൻ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. കയറി ചെല്ലുന്ന പ്ലേസ് തന്നെ കുറച്ച് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ ആയിരുന്നു. ഇത് ബീട്രൂട്ട് വെള്ളം വേണമെന്ന് വിചാരിക്കരുത്. ഇതിൽ ചവിട്ടി വേണം പോവാൻ. കാരണം ബേഡ്സിന് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് അങ്ങനെ പോകുന്നത്. ഞങ്ങളും എല്ലാവരും അതിലെല്ലാം ചവിട്ടി ഉള്ളിൽ കയറി ചെല്ലുമ്പം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കേജ് പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളും എൻട്രി ചെയ്തു. ഇവിടെ ലെയർ പോലെ ഒരുപാട് സെഗ്മെന്റ് ഉണ്ട്. എല്ലാവരുടെയും സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. സെപ്പറേറ്റ് എൻട്രി അല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഫസ്റ്റ് പ്ലേസിൽ കയറുമ്പോൾ തന്നെ കുറച്ച് ബേഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത എൻട്രി ഇവിടെയാണ്. ചങ്ങലകളുടെ ഒരു ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മരത്തിൻ്റെ കുറേ കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും കയറാം എന്നുള്ള ഒരു മട്ടിലായിരുന്നു ആ കൂടിൻ്റെ ഒരു നിലനിൽപ്പ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ അകത്തിലൊരു ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് അതിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡും വാങ്ങാം. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ
പൊക്കി വെക്കുക. എപ്പോഴേലും ഏതെങ്കിലും ഒരു പക്ഷി വന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷെ അത് എപ്പോൾ വരുമെന്നുള്ള ഒരു ഐഡിയയും ഇല്ല കേട്ടോ. ഇച്ചൂസിൻ്റെ അമ്മായും പൊക്കി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യമൊന്നും ആ ബേഡ്സ് വന്നേ ഇല്ല, കാരണം നല്ല തിരക്ക. അച്ഛൻ എന്താ ബേഡ്സിൻ്റെ ഫുഡാണോ കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇച്ചൂസ്. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, അല്ല അത് ചൂയിങ് ആണ്, എൻ്റെ ഫുഡാണ് കഴിക്കുന്നത് എന്ന്. പിന്നെയും രണ്ടുപേരും കൂടി കൈ നീട്ടാൻ തുടങ്ങി. ആരുടെ കയ്യിലാണ് ഫസ്റ്റ് വരാമെന്നോ ഒരു ഐഡിയ ഇല്ല. പക്ഷെ പെട്ടെന്ന് തന്നെ രാകേഷ് ഏട്ടൻ്റെ തോളത്ത് വന്നു. പിന്നെയും എല്ലാവരും കൈയും പൊക്കി പിടിച്ച് നിൽക്കണ്ടായിരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ വരുന്നില്ല പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. ഇച്ചൂസിൻ്റെ അടുത്ത് ഇച്ചൂസിൻ്റെ അച്ഛൻ സീറ്റ് ചോദിക്കണ്ടായിരുന്നു. എവിടെ അവള് കൊടുത്തൊന്നുമില്ല കേട്ടോ. ആരുടെയും കയ്യിൽ വന്നില്ലെങ്കിലും ഫസ്റ്റ് രാകേഷ് ഏട്ടൻ്റെ പുറത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് മിഥുനൊന്ന് ചെറുതായിട്ട് പതുങ്ങി, പിന്നെ ഓക്കെ ആയി. മിഥുൻ്റെ പുറത്തുള്ള പക്ഷിനെ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിലാക്കാന്ന് വിചാരിച്ച് ഇവരെന്തൊക്കെയോ ട്രൈ ചെയ്യണ്ടായിരുന്നു. മഞ്ജു ആണെങ്കിൽ അതിന് ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു. എന്നാലും മിഥുൻ്റെ പുറത്ത് ഞാൻ വരില്ല, വേണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷി ഫുഡ് കഴിക്കുക അല്ലാതെ അവൻ്റെ കയ്യിൽ പോയില്ല കേട്ടോ. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഇച്ചൂസിൻ്റെ അച്ഛൻ്റെ കയ്യിലും വന്നിരുന്നു. ഇച്ചൂസിന് പതിയെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവൾക്ക് പേടിയുണ്ടായിരുന്നു. ചെറുതായിട്ട് അവളുടെ കയ്യിൽ നിന്ന് തീറ്റ എടുത്തിട്ട് പോയപ്പോഴേക്കും അവൾ എല്ലാത്തിനും താഴെ ഇട്ടു. അവൾക്കൊരു ചെറിയ കൊത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. മഞ്ജു ഹനുമാൻ പർവ്വതം എടുത്ത് പോകുന്നത് പോലെ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പർവ്വതമില്ലെങ്കിലും ഒരു പക്ഷി പോലും കയ്യിൽ വന്നില്ല. ഇച്ചൂസിൻ്റെ അച്ഛൻ്റെ കയ്യിലെ ബേഡിനെ ഇച്ചൂസ് ഒന്ന് പതിയെ തൊട്ടോട്ടിയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അവളൊന്ന് തൊടാനൊക്കെ ശ്രമിച്ചു, എന്നാലും അവൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഒരു കൊത്തു കൊണ്ടതാണല്ലോ, അതുകൊണ്ടാണ് ആൾക്ക് ആ പേടി. ഞാൻ പിന്നെ പതിയെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പക്ഷീനെ കൈക്കലാക്കി. അത് കഴിഞ്ഞതാ കുട്ടു എൻ്റെ പക്ഷിനെയും കൂടി കൈക്കലാക്കി അവൻ കയറി പിടിക്കാൻ തുടങ്ങി. രണ്ടെണ്ണം കുട്ടുവിൽ നിന്ന് മേഘ ആ പക്ഷികളെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുട്ടുവിൻ്റെ ശരീരം കണ്ടിട്ടാണോ എന്നറിയില്ല, കുറേ തീറ്റ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചില പക്ഷികളൊന്നും പോകുന്നേയില്ല. അവനെ തന്നെ ചുറ്റിപ്പറ്റി അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില പക്ഷികളൊന്നും വിളിച്ചിട്ടേ വരുന്നില്ല. എത്ര ഫുഡ് കാണിച്ചാലും അത് വരുന്നില്ല. അവർക്കെല്ലാം വലിയ ഡിമാൻഡായിരുന്നു. കുറേ ഫുഡ് കഴിച്ചിട്ടിരിക്കുവാണല്ലോ. മനീഷജിക്ക് പേടിയാണെന്നാണ് ആള് പറയുന്നത്. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫൈനലി മഞ്ജുവിൻ്റെ കയ്യിൽ വന്നു കുറേ നേരത്തിന് ശേഷം. പിന്നെ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് നേരെ എൻ്റെ തലയിൽ വന്നിരുന്നു. ഇച്ചൂസിനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. മാറി മാറി എന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷികളെ കയ്യിൽ വെക്കാനാണ് പേടി, ഫോട്ടോ എടുക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് രാകേഷ് ചേട്ടനെ വിളിച്ച ആൾ സെൽഫി എടുക്കുകയാണ്. അതിൻ്റെ പുറകിൽ തന്നെ എൻ്റെ നാത്തൂനും സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരത്തിൻ്റെ പരിശ്രമത്തിന് ശേഷം മഞ്ജുവിൻ്റെ കയ്യിൽ വേറൊരു പക്ഷിയും കൂടി വന്നു. അത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടു. ഇച്ചൂസിനാണെങ്കിൽ മതിയായി. ഇച്ചൂസിന് ഒരു കൊത്ത് കിട്ടിയതോടെ അവൾക്കത് മതിയായി. വാ നമുക്ക് പോവാം, നമുക്കിനി പക്ഷികളും വേണ്ട ഒന്നും വേണ്ട എന്നാണ് ഇച്ചൂസ് പറയുന്നത്. പക്ഷെ ഇവനെ വിട്ടിട്ട് പക്ഷി പോകുന്നേയില്ല. എന്താ റീസൺ എന്നറിയില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ രാകേഷ് ഏട്ടനെയും വിട്ടിട്ട് പോകുന്നേയില്ല. ഇവർ രണ്ടുപേരുടെ ശരീരത്തിൽ എന്താ ഇത്രമാത്രം ആ പക്ഷികൾക്ക് കൊത്തി തിന്നാനില്ലതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉണ്ട് മേലെ ഇരുന്ന ഒരു സെക്യൂരിറ്റിനെ പോലെ എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഒരു പക്ഷി അവിടെ ഇരിക്കണം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ നിങ്ങളുടെ കയ്യിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഡിമാൻഡായിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ. അപ്പോഴത്തേക്കും രാകേശ്വരൻ്റെ കയ്യിൽ വേറൊരു പക്ഷി കൂടി വന്നു. സോ അതിനെ എടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ അത് കൊത്തുന്നത് കാരണം ഇച്ചൂസിൻ്റെ അച്ഛൻ സേഫായി അതിന് തീറ്റ കൊടുത്തങ്ങനെ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ പിന്നെയും കൈവച്ച് അതിനെ വിളിക്കാൻ തുടങ്ങി. എവിടെ അതൊന്നും വരണമായിരുന്നു. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു. ഇച്ചൂസിന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കിട്ടിയില്ല. ഇച്ചൂസ് പിന്നെ താഴെയൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു നെക്സ്റ്റ് ട്രൈ. ഇവിടെ കുറച്ച് റിസർവ്ഡ് സ്പീഷീസ് പോലെ തോന്നി. കാരണം അധികം ആരുടെ കയ്യിലും പോകുന്നൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ അത് പോയിട്ടു. പക്ഷെ രാകേശ്വരൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാകേശ്വരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാ പക്ഷികളും മൂപ്പരുടെ കയ്യിൽ പോകുന്നുണ്ടായിരുന്നു. ഇച്ചൂസിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ സീഡ്സ് വാങ്ങിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷികൾക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എവിടെ അതൊന്നും നടക്കില്ല കേട്ടോ. പക്ഷികളെടുത്ത് വരുമ്പോഴേക്കും സീഡ് താഴെയിട്ട് ഇച്ചൂസിൻ്റെ പാട്ടിന് ഓടി. ഇവിടെ ഒരു കൂട്ട തീറ്റ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും തീറ്റയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മതിയെന്ന് പറഞ്ഞ് ആ പ്രാവ് ഒരാളുടെ കയ്യിൽ നിന്ന് തീറ്റ വാങ്ങുകയാണ്. കയ്യിലിരിക്കാൻ മാത്രമല്ല അവന് ഉമ്മയും കൊടുക്കണ്ടായിരുന്നു. അപ്പോഴാണ് മഞ്ജു എൻ്റെ കയ്യിൽ പോലും വരുന്നില്ല. അപ്പോഴാണ് അവൻ്റെ ഒരു ഉമ്മ എന്ന് പറയുന്നത്. രാകേഷേട്ടൻ നൈസായി അതിനെ കയ്യിൽ വാങ്ങാൻ നോക്കി. പക്ഷെ മൂപ്പരെ കയ്യിൽ പോയില്ല. അത് തനിയെ എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പോൾ ഇച്ചൂസിന് പിന്നെയും എൻ്റെ കയ്യിലുള്ള സീഡ്സും വാങ്ങിച്ച് കയ്യിൽ വെക്കണം. ഞാൻ കൊടുത്തോളാം അമ്മ എന്തിനാ ഇതൊക്കെ കയ്യിൽ പിടിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഇച്ചൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ മേഘ അവിടെ ഒരു അരമണിക്കൂറായി കൈയും കാണിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് എവിടെ ഒരു പക്ഷികളും മൈൻഡ് കൂടി ചെയ്യുന്നില്ലായിരുന്നു.
ഇച്ചൂസിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഡ്രസ്സിന് മാച്ചായ ഒരു ബേഡ് വന്നിരിക്കണം. ഞാൻ നൈസായി വാങ്ങി മഞ്ജുവിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോയതാണ്. അപ്പോൾ ആ ബേഡിന് അത് ഇഷ്ടപ്പെട്ടില്ല, അത് പറന്നുപോയി. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടുവിൻ്റെ കയ്യിൽ മാത്രം എന്താ ഇങ്ങനെ ബേഡ്സ് പോകുന്നതെന്ന് അറിയില്ല. ഇവൻ അതിന് മാത്രം എന്താണോ ഇല്ലത് ഇവൻ്റെ ശരീരത്ത്. മേഘ നൈസായി അതിനെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, എവിടെ അതൊന്നും വന്നില്ല കേട്ടോ, അത് തിരിച്ചു പോയി. പിന്നെ നെക്സ്റ്റ് ഏരിയയിൽ പോയപ്പോൾ വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേഡ്സ് ആയിരുന്നു. നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ ആ ബേഡ്സ്. അതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഇവിടുത്തെ ബേഡ്സിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡായിരുന്നു. തക്കാളി, വാട്ടർ മെലോൺ അതൊക്കെയായിരുന്നു കൊടുക്കുന്നത്. അതും അവർ പ്ലേറ്റിലായിരുന്നു ഞങ്ങൾക്ക് വെച്ചത്. സോ അത് സിമ്പിളായി വന്ന് ഞങ്ങളുടെ കയ്യിലിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മേഘ ഒരു സൈഡ് പോയി നിന്ന് ഒരു ബേഡിനെ തലയിലാക്കി. പിന്നെ ആ ബേഡാണെങ്കിലോ ആ തല വിട്ട് പോകുന്നില്ല. എനിക്കറിയില്ല അതിന് മാത്രം എന്താണോ ആ തലയിലുള്ളത്. ഞാൻ ആ ബേഡിനെ തലയിൽ നിന്ന് എടുത്ത് കളയാൻ കുറേ ശ്രമിച്ചു കേട്ടോ, എവിടെ അത് പോകുന്നേയില്ല. അത് ആ തലയിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട്, പിണ്ണാക്കാണോ നിന്റെ തലയിൽ നിന്ന്. പക്ഷെ പിണ്ണാക്ക് ബേഡ് കഴിക്കുമോ? കഴിക്കില്ലല്ലോ. പിന്നെ എന്താണാവോ ആ ബേഡ് അവിടെ നിന്ന് കഴിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി സോനു കുറേ ട്രൈ ചെയ്തു കേട്ടോ. സോനുവിന് നല്ലൊരു കടി കൊണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ കൈ വലിച്ചു. അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു നോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ ചെറുതായിട്ടൊരു ബ്ലഡ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ബേഡ് മേഘേനെ വിട്ട് പോകണില്ല. അത് പിന്നെയും കൊത്താൻ തുടങ്ങി മേഘനെ. ലാസ്റ്റ് ജമ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആളത് പോകാൻ വേണ്ടി. നീ എന്ത് ജമ്പ് ചെയ്താലും ഞാൻ പോവില്ല എന്നില്ല മട്ടിലായിരുന്നു ആ ബേഡ്. പിന്നെ രാകേഷൻ വേറൊരു ട്രൈ ചെയ്തിട്ട് വന്നു. ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു, എവിടെ അപ്പോഴും തലയിലിരുന്ന് അത് ഫുഡ് കഴിക്കുകയല്ലാതെ മേഘേൻ്റെ തല വിട്ടിട്ട് അത് പോകുന്നില്ല. പിന്നെ മഞ്ജു കുറേ കൈവച്ചു. മഞ്ജുവിനും ഒരു കൊത്തു കണ്ടു, മഞ്ജുവും കൈയെടുത്തു കേട്ടോ. മേഘ ആ പക്ഷിയായി ഒരു കാഴ്ച വസ്തു പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്ലേറ്റ് കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലതും കിട്ടുമായിരുന്നു. അവസാനം അതങ്ങ് പറന്നുപോയി, ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ. അങ്ങനെ ഞങ്ങളൊരു 2 കുഞ്ഞു വേഴാമ്പലിനെയും കണ്ട് ഞങ്ങൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൂട്ടിൽ വെച്ചിരിക്കുന്ന 2-3 വെറൈറ്റി സ്പീഷീസിനെയും കണ്ടു കേട്ടോ. അത് അത്രയ്ക്ക് ഓപ്പണൊന്നുമല്ല. ഇതിൻ്റെ പേരാണ് സിൽവർ ഫെസൻ. ഇതും ഒരു കോഴീൻ്റെ ടൈപ്പായിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയോ കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കേജിലെല്ലാം ഒരു ഫെസൻ്റ് ഉണ്ട് ലാസ്റ്റ്, ഗോൾഡൻ, സിൽവർ അങ്ങനെ പറഞ്ഞിട്ട്. ഡിഫറെൻറ്റ് കളറായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഗോൾഡൻ സിൽവർ എന്നൊക്കെ പേര് വന്നത്, അതിന് അറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കയറി എത്തുന്ന ഒരു ചെറിയൊരു ഫിഷിൻ്റെ അക്വേറിയത്തിലേക്കാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ. പക്ഷെ അതിനേക്കാട്ടും ഭംഗി അവർ അറേഞ്ച് ചെയ്തിരുന്ന അക്വേറിയത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, ഫിഷിന് മാത്രമുള്ള ഒരു കാഴ്ചയല്ല, അക്വേറിയത്തിനും കൂടിയുള്ള ഒരു കാഴ്ചയാണത്. അക്വേറിയം എന്തായാലും അടിപൊളിയായിരുന്നു. ഫിഷും കൊള്ളായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ. പുറത്തിറങ്ങിയത് മിച്ചൂസിന് കുതിരയെ കയറണമായി. അവൾ ഉള്ളിൽ പോകുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുതിരയെ കയറണമെന്ന്. സോ ഞങ്ങളവിടെ വന്നു. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ, 100 റുപ്പീസ് എന്തോ ആയിരുന്നു ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. മിച്ചൂസ് ആണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവിടെ കുതിര എന്ന് ചോദിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത്. ഇച്ചൂസ് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ കുതിര. ഇച്ചൂസിന് കയറുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആളാ ഓക്കെ. പക്ഷേ ഈ കുതിര കുറച്ച് ഡേഞ്ചറാണ്, ഇത് കടിക്കുന്നു പറഞ്ഞു. ഇച്ചൂസിൻ്റെ അച്ഛനൊന്നും അത് എക്സ്പീരിയൻസും ചെയ്തു. അതിൻ്റെ മുമ്പിലൊന്നും പോയി നിൽക്കാൻ പാടില്ല കേട്ടോ, അതിൻ്റെ സൈഡ് കൂടിയേ നടക്കാൻ പറ്റും. ഇച്ചൂസിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൾ പോസ് ചെയ്യാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോന് അവൾ ബായൊക്കെ പറയണ്ടായിരുന്നു ആള്. ഇതൊരു 5 മിനിറ്റ്സ് റൈഡ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് വന്നു. പിന്നെ അവിടെ കോഴികളിനെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് സാധാ കോഴിയൊന്നും അല്ല കേട്ടോ, അതെന്തോ വെറൈറ്റി കോഴിയാണ്. പക്ഷെ അതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ കുതിര ഒരടി നീങ്ങുന്നില്ലായിരുന്നു ഫിനിഷിംഗ് പോയിന്റിലേക്ക്. പിന്നെ എത്ര ശ്രമിച്ചു അത് നീങ്ങില്ല. പിന്നെ ഞാൻ ഇച്ചൂസിനെ മെല്ലെ അവിടെ നിന്ന് എടുത്തു. നിങ്ങൾ അവിടെ നീക്കൊന്നും വേണ്ട, ഞാൻ അവളിനെ എടുത്തോളാം എന്ന് പറഞ്ഞ് അവളിനെ എടുത്തു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ആ ഡോഗ്സ് അടിപൊളി ഡോഗ്സ് ആയിരുന്നു കേട്ടോ. അവർ നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ല ഫ്രണ്ട്ലിയാണ്, പെട്ടെന്ന് തന്നെ മിങ്കിളാവുന്നൊക്കെ ഉണ്ട്. സോ ആർക്ക് വേണമെങ്കിലും പോയി തൊടാനോ കയ്യിലെടുത്ത് വയ്ക്കാനോ ഒക്കെ ഓക്കെയാണ്. മേഘ ഒന്ന് ചെറുതായിട്ട് നായിനെ പിടിക്കാൻ പോയി. എന്നെ നീ പിടിക്കണ്ടെന്നും പറഞ്ഞ് നായി പോയി. പിന്നെ ഇവർ രണ്ടുപേരും ഒരു കാറ്റഗറി ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്, കാരണം ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അടുത്തത് ഇച്ചൂസിന് ലണ്ടൻ ബസ്സിൽ കയറണം എന്നാണ്. പിന്നെ അവൾ ഓടിച്ചാടി ലണ്ടൻ ബസ്സിലേക്ക് കയറാൻ പോയി. അവൾ പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ കയറുമെന്ന്. അതറിഞ്ഞു വെച്ചുകൊണ്ട് അച്ഛൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ടിക്കറ്റിന് 2 പേരും കൂടി കയറാൻ പറ്റും.
അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൽ കയറി. പിന്നെ ഇച്ചൂസ് താഴെയുള്ളവർക്ക് എല്ലാവർക്കും ബായൊക്കെ പറയുന്നുണ്ട്. അവളുടെ വിചാരം ഈ ലണ്ടൻ ബസ് ലണ്ടനിലേക്ക് പോകുന്നതാണ്. ഇച്ചൂസിൻ്റെ ഒരു ആഗ്രഹമല്ലേ, സോ അത് സാധിക്കാൻ വേണ്ടി ഞങ്ങളും ഇച്ചൂസിൻ്റെ കൂടെ പോയി. അവളുടെ അച്ഛൻ്റെ സൺഗ്ലാസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു. അവളുടെ വല്യമ്മ ബാക്കിൽ വന്ന് ബായൊക്കെ പറയണ്ടായിരുന്നു ഇച്ചൂസിൻ്റെ അടുത്ത്. മേലെ ഇരുന്ന് കാണുന്ന കാഴ്ചകളും കൊള്ളാം. താഴെ ഇരുന്ന് കാണുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് മേലെ ഇരുന്ന് കാണുന്നത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് റൈഡ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിതാ തിരിച്ചെത്തി. എന്തായാലും ഇച്ചൂസ് ഹാപ്പിയാണ്. വൈകാതെ ലണ്ടൻ ബസ്സിലെ യാത്രയും കഴിഞ്ഞു. ഇച്ചൂസിനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയോ ആളവിടെ നിന്ന് ഇറങ്ങി. ഇത് കൂടുതലും കുട്ടികളെ തന്നെയാണ് അട്രാക്റ്റീവ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം എല്ലാം കുട്ടികൾ തന്നെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. ആട്, ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട്. മഞ്ജു ആണെങ്കിലോ അവിടുത്തെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ പുല്ല് പറിച്ച് കൊടുക്കുകയാണ് ആൾ. ഇതിൻ്റെ കൊമ്പ് കാണാൻ എന്ത് രസമാണെന്ന് അറിയോ. അപ്പോഴാണ് അവിടുത്തെ ഒരു ഒട്ടകത്തിനെ കണ്ടത്. അതിൻ്റെ ഷെൽട്ടറൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര ഹൈറ്റ് ഉണ്ടെന്നാണ് മഞ്ജു നോക്കുന്നത്. അപ്പോൾ സോനു പറയായിരുന്നു, വേണ്ട അത് കടിക്കണ്ടാ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ജു പറഞ്ഞു, പക്ഷിയോ എൻ്റെ കയ്യിൽ വന്നില്ല, ഞാൻ ഒട്ടകത്തിനെങ്കിലും ഫുഡ് കൊടുക്കുന്നു പറഞ്ഞാൽ ആൾ ഫുഡ് കൊടുത്തു. അത് കണ്ട് ഞാൻ കൊടുക്കാൻ പോയി. പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു. മനീഷ് ചേച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ചെടി കൊടുക്കാൻ പറ്റുമോ, ഇതിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാണ് ആൾ കൊടുക്കുന്നത്. പക്ഷിയെ പേടിയാണെങ്കിൽ ഒട്ടകത്തിന് ആൾക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. ആൾ നല്ലപോലെ ഒട്ടകത്തിന് ഫുഡ് കൊടുത്തു. ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേഡ്സ് തന്നെ ആയിരുന്നു. വെറൈറ്റീസ് ഓഫ് പീജൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെപ്റ്റൈൽസിൻ്റെ വെറൈറ്റി സ്പീഷീസ് ആണ്. അത് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആർക്കും എണീക്കാനൊന്നും വയ്യ, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അധികം വൈകാതെ തന്നെ ഇച്ചൂസിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിൽ കുറേ ടൈപ്പ് ഓഫ് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട്. ഇച്ചൂസ് പിന്നെ മെല്ലെ കയറുള്ളൂ. ആര് ബാക്കിൽ വന്നാലും മുന്നിൽ വന്നാലും അവൾ അവളുടെ ടൈം എടുത്തിട്ടേ കയറുള്ളൂ പറഞ്ഞ് അവൾ ലാസ്റ്റ് കയറി. അവൾ ഓരോ അടിയും മെല്ലെ വെക്കില്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെയാണ് ഓടുക. വീഴുന്നതും സ്വാഭാവികം, എപ്പോഴും വീഴ്ച തന്നെ. ഇതിൽ കയറിയപ്പോൾ ആൾക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പകുതി വെച്ച് അവൾ നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആൾ ഓക്കെ ആയി, പിന്നെ കളിക്കാനൊക്കെ തുടങ്ങിട്ടോ. പിന്നെ ഇതാ ഈ സ്ലൈഡിലൂടെ ആൾ താഴെ വരാൻ നോക്കുകയാണെങ്കിലും സ്ലൈഡ് ആവുന്നില്ലെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് ഇറങ്ങി വന്നു. ഇച്ചൂസ് എന്തായാലും ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരുന്നു അവിടെ ചെറിയ ചെറിയ ഡോഗ്സ് നിറയെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് കയറാനും എൻട്രി ഫീസ് സെപ്പറേറ്റ് കൊടുക്കണം. പിള്ളേർ അതിനെ പിടിച്ച് വലിച്ച് വാല് പിടിച്ച് കളിക്കും, എന്തൊക്കെയോ ചെയ്യേണ്ടി. എന്നിട്ടും അതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. പാവങ്ങൾ അത്രമാത്രം ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഈ ഉപദ്രവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഗൈസ് പീക്യു പാർക്കിനോട് ബൈ പറഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി. വലുതായിട്ടൊന്നും കാണാനില്ലെങ്കിലും അവിടെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് പോലെ കുറച്ച് സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടും. കുട്ടികളുടെ അട്രാക്ഷന് വേണ്ടിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യത്തിന് നല്ല സ്ട്രീറ്റ് വാക്ക് തന്നെ ആയിരുന്നു കിട്ടിയത്. അധികം ദൂരമില്ലെങ്കിൽ പോലും. ആരും ഒന്നും വാങ്ങുന്നില്ലെങ്കിലും നോക്കുന്നതിന് ഒരു കുറവുമില്ല. അപ്പോഴാണ് സോനുവിന് JCB ഭ്രാന്ത് വന്നത്. ഇത് എവിടെ കണ്ടാലും ഒരു വീക്ക്നെസ് ആണ് സോനുവിൻ്റെ. വ്യൂ പോയിന്റ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത്രമാത്രമാണ് ഉള്ളത്. എന്നാലും കാണാൻ സുഖമായിരുന്നു. ആരെല്ലാം എന്തെല്ലാം വ്യൂ പോയിന്റും കണ്ടാലും എൻ്റെ വ്യൂ ഐസ്ക്രീമിലായിരിക്കും എന്ന് പറഞ്ഞാണ് ഇച്ചൂസ് നടക്കുന്നത്. ഇച്ചൂസ് ഫസ്റ്റേ ഐസ്ക്രീമിൻ്റെ വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുവിന് പിന്നെ ഐസ്ക്രീം ഒരു വീക്ക്നെസ് ആണ്. അത് എവിടെ പോയാലും അവൾക്ക് ഐസ്ക്രീം വേണം. മഴയെന്നോ വെയിലെന്നോ അങ്ങനെയൊന്നുമില്ല. അവൾ പറയുന്ന ഫ്ലേവർ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഭാഗ്യത്തിന് അവൾ പറഞ്ഞ ഫ്ലേവർ അവിടെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുത്തു. അവളുടെ അച്ഛൻ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഫ്ലേവേഴ്സ്, പക്ഷെ അവൾക്ക് അതൊന്നും പറ്റില്ല. അവൾ പറയുന്ന ഫ്ലേവർ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണ്ടായിരുന്നു. ലാസ്റ്റ് അവൾ പറഞ്ഞ ഫ്ലേവർ തന്നെ അവളുടെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അവൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോയി. വേറെ ആർക്കും ഐസ്ക്രീം വേണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ആരും ഐസ്ക്രീം കഴിച്ചില്ല. വണ്ടിയിൽ കയറിയിട്ട് മിച്ചൂസിന് ഐസ്ക്രീം കഴിഞ്ഞില്ല. ഇത് എപ്പോൾ കഴിയുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് അവൾ ഫുള്ള് കഴിക്കൊന്നുമില്ല കേട്ടോ, പകുതി വേറെ ആരെയും കഴിക്കുകയും വേണം. ലാസ്റ്റ് അവളുടെ അമ്മായി തന്നെ അത് കഴിച്ചു. ഇച്ചൂസ് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി നല്ല തിരക്കായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഫുഡ് എത്രമാത്രം നല്ലതായിരിക്കും. തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല. ഞങ്ങളെല്ലാവരും പാർസൽ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ പിന്നെ എവിടെ പോയാലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും ഓർഡർ ചെയ്യുക. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതാകെ ബാക്കിയുള്ളത് ചിക്കൻ ബിരിയാണി. സോ ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങിച്ചു. അപ്പം നമ്മുടെ മെഗാ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡുമായി വരുന്നവർ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം മക്കളെ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.